ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്സാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പൊട്ടറ്റോ സ്നാക്സ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതൊന്ന് ഉടച്ചെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ലംസ് ഒന്നും ഇല്ല. ഒന്ന് ഉടച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ മൈദ, ഈ ടീസ്പൂണിനാണ് ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മൈദ, 2 ടീസ്പൂൺ അരിപ്പൊടി, റൈസ് ഫ്ലോർ 2 ടീസ്പൂൺ, അതേ സ്പൂണിന് 1 ടീസ്പൂൺ റവ. അതൊരു പൊട്ടറ്റോയ്ക്ക് നല്ല ക്രിസ്പിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് റവ ചേർക്കും. 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ റവ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില വേണമെങ്കിൽ മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ഇടാം, പച്ചമുളക് ഇടാം. ഞാനിവിടെ കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് കൈകൊണ്ട് തന്നെ, ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ട്, കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട. നമുക്ക് പൊട്ടറ്റോയ്ക്കകത്ത് കുറച്ച് വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ തന്നെ നമുക്കത് കുഴച്ചെടുക്കാം. നമ്മൾ ഇവിടെ എരിവിനായിട്ടൊന്നും ഇട്ടിട്ടില്ല, പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ, അധികം മുളക് പൊടി വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ വെള്ളം കയ്യിലൊന്ന് തടവും. ഇത് റോൾ ചെയ്തെടുക്കുമ്പോൾ കയ്യിലൊന്ന് തടവും, ഇല്ലെങ്കിൽ മാവ് കയ്യിലോട്ട് പിടിച്ച് നമുക്ക് റോൾ ചെയ്യാൻ പറ്റില്ല. ഒന്ന് വെള്ളം തടവിയിട്ട് അതിൽ നിന്നൊരു കുറച്ച് പോർഷൻ എടുത്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് റോൾ ചെയ്യാം. പതുക്കെ, അങ്ങനെ അധികം ബലം കൊടുക്കാതെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുക്കാം. എല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ഫ്രൈങ് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. അത് ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എപ്പോഴും ഫ്ലെയിം ലോ ടു മീഡിയം ആയിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, നന്നായിട്ട് മൊരിയയില്ല. ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഒന്ന് വേവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന് ഉള്ളിൽ വെച്ചിരിക്കുന്ന എല്ലാം പൊട്ടറ്റോ എല്ലാം ഒന്നാമത് വെന്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അധികം വേവണ്ട, ഒന്ന് മൊരിയണം, നന്നായിട്ടൊന്ന് മൊരിയണം. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഇതെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റാം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എണ്ണയെല്ലാം നന്നായിട്ട് ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കിത് മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് വീണ്ടും ഒന്ന് മൊരിയും. ആ എണ്ണയുടെ ചൂട് കൊണ്ട് വീണ്ടും ഒന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
മാറ്റിയിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.